ഹായ് ഹലോ അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് നിങ്ങൾ കാണുന്നത്, സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് മറക്കരുത്. കാരണം എൻ്റെ ചാനലിൽ 91% പേരും സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നത്. വെറും 5% മാത്രമാണ് എൻ്റെ ചാനലിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണുന്നവർ. അപ്പോൾ നിങ്ങൾ 91% ആൾക്കാർ സബ്സ്ക്രൈബ് ചെയ്തിട്ട് എൻ്റെ ചാനൽ കാണാനായിട്ട് നോക്കുക. അപ്പോൾ നിങ്ങൾക്ക് പുതിയ പുതിയ വീഡിയോസ് ഇതുപോലത്തെ വരുമ്പം നിങ്ങൾക്ക് എന്തായാലും കാണാൻ പറ്റുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് വേഗം തന്നെ വീഡിയോയിലേക്ക് കടക്കാം. തംബ്നെയിൽ കണ്ടതുപോലെ തന്നെ എൻ്റെ കുറച്ച് ലിപ്സ്റ്റിക്, എൻ്റെ ഫേവറേറ്റ് ആയിട്ടുള്ള കുറച്ച് ലിപ്സ്റ്റിക്കിനെ കുറിച്ചാണ് ഞാൻ പറയുന്നത്. എൻ്റെ കയ്യിലുള്ളത് നല്ലതായിട്ടുള്ള ഒരു 8 ലിപ്സ്റ്റിക്കാണ് ഞാൻ ഇന്ന് നിങ്ങൾക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. ഞാനിങ്ങനെ ലിപ്സ്റ്റിക്ക് അഡിക്റ്റഡ് ഒന്നുമല്ല. നല്ലോണം നോക്കി ആവശ്യമുണ്ടെങ്കിൽ മാത്രമാണ് ഞാൻ ലിപ്സ്റ്റിക്ക് മേടിക്കുകയുള്ളൂ. ഇനി അഥവാ ലിപ്സ്റ്റിക്ക് മേടിക്കണമെന്നുണ്ടെങ്കിൽ ഞാൻ എപ്പോഴാണ് സൈറ്റിൽ ഭയങ്കര ഓഫർ ഉള്ളത്, ഇപ്പോൾ ബിഗ് സെയിലോ ആമസോൺ ഫ്ലിപ്കാർട്ടിലൊക്കെ ബിഗ് സെയിൽ എപ്പോഴും നടക്കും. അപ്പോൾ അങ്ങനെയുള്ളപ്പോഴാണ് ഞാൻ പോയിട്ട് പർച്ചേസ് ചെയ്യാറുള്ളത് കൂടുതലും. അപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടതൊക്കെ ഞാൻ വില കുറവിന് അപ്പോൾ ആ സമയത്ത് മേടിക്കും. അപ്പോൾ ഈ ലിപ്സ്റ്റിക്സിൽ എനിക്ക് നല്ലതാണെന്ന് തോന്നുന്നതും അല്ലാത്തതും ഞാനിവിടെ പറയുന്നുണ്ട്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. ഞാൻ ആദ്യമായിട്ട് വാങ്ങിയ ലിപ്സ്റ്റിക്കാണ് ഫസ്റ്റ് ഞാൻ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. ഇത് ഞാൻ ഒരു 2 ഇയേഴ്സ് ആയിട്ടുള്ളൂ ലിപ്സ്റ്റിക്ക് തന്നെ ഞാൻ യൂസ് ചെയ്യാൻ തുടങ്ങിയിട്ട്. അപ്പോൾ ഇതാണ് എൻ്റെ ഫസ്റ്റത്തെ ലിപ്സ്റ്റിക്ക് എന്ന് പറയുന്നത്. റൊമാൻറ്റിക് ബ്യൂട്ടി എന്ന് പറയുന്ന ഒരു ബ്രാൻഡാണ്. നമുക്കങ്ങനെ അറിയാവുന്ന ഒരു ബ്രാൻഡൊന്നുമല്ല, ഒരു ലോക്കൽ സ്റ്റോറിൽ ഞാൻ അന്ന് പർച്ചേസ് ചെയ്തതാണ്. ഇതിൻ്റെ ഷെയ്ഡ് നമ്പർ എന്ന് പറയുന്നത് ഒരു 11 ആണ്. കോഡ് എന്തോ L3196FS അങ്ങനെയാണ് ഷെയ്ഡ് കൊടുത്തിട്ടുള്ളത്. എനിക്കിതിൻ്റെ പ്രൈസ് ഒന്നും തന്നെ ഓർമ്മയില്ല. ഒരു 80 ഒക്കെ ആവുമെന്നാണ് എൻ്റെ ഒരു ഊഹം. അപ്പോൾ ഇത് ലോങ് ലാസ്റ്റിംഗ് ഒന്നുമല്ല, ഒരു മാറ്റ് ടൈപ്പാണ്. എന്നാലും ഒരു തുടക്കക്കാരി എന്നുള്ള നിലയിൽ ഞാൻ ആ ടൈമിൽ ഇതെനിക്ക് ഭയങ്കര ഓക്കെ ആയിരുന്നു. എനിക്ക് ഭയങ്കര സന്തോഷമൊക്കെയായിരുന്നു ഇതിട്ടിട്ടാണ് പോകുന്നതൊക്കെ. അപ്പോൾ നിങ്ങൾ മേടിച്ച ഫസ്റ്റ് ലിപ്സ്റ്റിക്ക് ഏതാണ് നിങ്ങൾ കമൻറ്റ് ചെയ്യാനായിട്ട് മറക്കരുത്. അപ്പോൾ നെക്സ്റ്റ് ലിപ്സ്റ്റിക്ക് എന്ന് പറയുന്നത് ഞാനൊരു ടൈം സ്ഥിരമായിട്ട് യൂസ് ചെയ്തിരുന്ന ഒരു ഷെയ്ഡാണ്. എൻ്റെ കയ്യിൽ ന്യൂഡ് ഷെയ്ഡായിരിക്കും കൂടുതലുണ്ടാവുക, ഒരു ബ്രൗൺ ഷെയ്ഡ് ആ ടൈപ്പൊക്കെ ആയിരിക്കും കൂടുതലുണ്ടാവുക. അപ്പോൾ ഇത് മെബിലൈൻ ന്യൂയോർക്കിൻ്റെ സൂപ്പർ സ്റ്റേ ഇങ്ക് ക്രയോൺ എന്നുള്ളൊരു ലിപ്സ്റ്റിക്കാണ് വരുന്നത്. നല്ലൊരു ചോക്ലേറ്റ് സ്മെല്ലാണ് കേട്ടോ ഇതിന്. ഭയങ്കര ഇറിറ്റേറ്റഡ് ആയിട്ടുള്ളൊരു സ്മെല്ലല്ല, നമുക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു സ്മെല്ലാണ് ഇതിനുള്ളത്. ഇതിൻ്റെ ഷെയ്ഡ് എന്ന് പറയുന്നത് 20 എൻജോയ് ദ വ്യൂ എന്ന് പറയുന്ന ഒരു ഷെയ്ഡാണ്. ഇത് ഇവർ പറയുന്നത് ഒരു 8 ഹവേഴ്സ് സ്റ്റേ നിൽക്കുന്നതാണ്, പക്ഷെ അത്രക്കൊന്നുമില്ല. വാഷ് ഔട്ടായി പെട്ടെന്ന് തന്നെ പോവും. ഇതൊരു മാറ്റ് ടൈപ്പ് കൂടിയാണ്. ഇത് ലൈറ്റ് കളറുള്ളവർക്കായിരിക്കും കൂടുതൽ മാച്ച് ആവാം. മീഡിയം ഡസ്കി സ്കിന്നിന് ഇത് മാച്ച് ആവുമെന്ന് എനിക്ക് തോന്നുന്നില്ല കണ്ടിട്ട്. പിന്നെ ഇതിന് ഷാർപ്നർ ഉണ്ട്, ഇതിൻ്റെ പിന്നിലായിട്ട് വരുന്നുണ്ട്. സോ ഷാർപ്നർ കൊണ്ട് നമുക്ക് അത് യൂസ് ചെയ്യാനായിട്ട് പറ്റും. ഇതിൽ 10 ഷെയ്ഡ് കളേഴ്സ് അവൈലബിൾ ആണ് ഈ ഒരു ഇങ്ക് ക്രയോണിൻ്റെ തന്നെ. ഇതിൻ്റെ റേറ്റ് എന്ന് പറയുന്നത് ശരിക്കും 799 ആണ് വരുന്നത്. പക്ഷെ ഞാൻ ഫ്ലിപ്കാർട്ടിൽ സെയിലിൻ്റെ ടൈമിൽ മേടിച്ചുകൊണ്ട് തന്നെ 200 സംതിങ്ങിനായിരുന്നു എനിക്ക് അപ്പോൾ കിട്ടിയത്. ഇപ്പോൾ ആമസോണിൽ ഇത് 490 റുപ്പീസിന് അവൈലബിൾ ആയിട്ടുണ്ട്. അപ്പോൾ ഇഷ്ടമുള്ളവർക്ക് മേടിക്കാം. നെക്സ്റ്റ് എന്ന് പറയുന്നത് എനിക്ക് ഫ്രീ ആയിട്ട് കിട്ടിയ ഒരു ലിപ്സ്റ്റിക്കാണ്. പർപ്പിളിൽ നിന്ന് ഞാൻ കുറച്ച് ഐറ്റംസ് ഒരുമിച്ച് മേടിച്ചപ്പോൾ എനിക്ക് പർപ്പിളിൻ്റെ ഒരു മിനി ലിപ്സ്റ്റിക്ക് ഫ്രീ ആയിട്ട് കിട്ടിയിരുന്നു. ഇതിൻ്റെ ഷെയ്ഡ് നമ്പർ എന്ന് പറയുന്നത് 09 ആണ്. ഷെയ്ഡ് നെയിം എന്ന് പറയുന്നത് ഡീപ്പ് റോസ്ബെറി ആണ്. ഞാൻ ഒറ്റവട്ടം മാത്രമാണ് ഇത് യൂസ് ആക്കിയത്, ബിക്കോസ് ഇത് ഭയങ്കര ഡാർക്ക് റെഡാണ്, ഒരു റിച്ച് റെഡാണിത്. അപ്പോൾ എനിക്ക് ഇത്രയും ഡാർക്ക് കളേഴ്സ് ഒന്നും ഇഷ്ടമല്ല, അതുകൊണ്ട് ഞാനിത് അങ്ങനെ യൂസ് ആക്കിയിട്ടില്ല. ലോങ് ലാസ്റ്റിംഗ് ആൻഡ് സ്മഡ്ജ് പ്രൂഫാണ്. ഒരു 8 ഹവേഴ്സ് ലോങ് സ്റ്റേ പറയുന്നുണ്ട്, അത് കറക്റ്റാണ്. 8 ഹവേഴ്സ് എന്തായാലും നിൽക്കും. വാട്ടർ റെസിസ്റ്റൻ്റ് ആണെന്ന് പറയുന്നതും ശരിയാണ്. ഇതിൻ്റെ ഇതാണ് നമുക്ക് പിക്ചേഴ്സിൽ കിട്ടുന്നത്, അതായത് ഇതിൻ്റെ ഒറിജിനൽ ലിപ്സ്റ്റിക്കാണ് കിട്ടുന്നത്. മിനി ലിപ്സ്റ്റിക് ഒന്നും സൈറ്റ്സിലൊന്നും കാണുന്നില്ല. അപ്പോൾ വലിയ ലിപ്സ്റ്റിക്കിൻ്റെ റേറ്റ് എന്ന് പറയുന്നത് 499 ആണ്. അപ്പോൾ മിനിക്ക് അതിലും കുറവായിരിക്കും എന്തായാലും. പർപ്പിളിൽ മാത്രമാണ് ഈ ഒരു ലിപ്സ്റ്റിക്ക് അവൈലബിൾ ആയിട്ടുള്ളത്. ഓഫർ പ്രൈസ് 324 ആണ് കാണുന്നത്. നെക്സ്റ്റ് ഞാൻ മേടിച്ചത് ഭയങ്കര ഫേമസ് ആയ നല്ല റിവ്യൂ കണ്ടൊക്കെ മേടിച്ചൊരു ലിപ്സ്റ്റിക്കാണ്. ഇൻസൈറ്റിൻ്റെ നോൺ ട്രാൻസ്ഫർ ലിപ് കളറിൻ്റെ ഒരു ലിപ്സ്റ്റിക്കാണ് മേടിച്ചത്. ബെറീസ് ഓൺ ഐസ് ഷെയ്ഡ് നമ്പർ 28 ആണ് ഞാൻ വാങ്ങിയത്. ഭയങ്കര എല്ലാവരും വന്ന് യൂസ് ചെയ്തിരുന്നൊരു സംഭവമായിരുന്നത്. നല്ലൊരു ഷെയ്ഡാണ്, ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആണ്, ഒരു മാറ്റ് ടെക്സ്ചറാണ്. 12 ഹവേഴ്സ് ലോങ് ലാസ്റ്റിംഗ് ഇവർ പറയുന്നുണ്ട്, പക്ഷേ എനിക്കൊരു 3 to 4 ഹവേഴ്സ് ഒക്കെ തോന്നിയിട്ടുള്ളൂ. വാട്ടർ പ്രൂഫാണ്, പക്ഷേ ഇത് നമ്മൾ എല്ലാ സ്കിന്നിനും മാച്ച് ചെയ്യുന്ന ഒരു സംഭവമാണ്. ഒരു നെഗറ്റീവ് എന്ന് എനിക്ക് തോന്നിയത് ചുണ്ടിൽ നിന്ന് ഭയങ്കരമായിട്ട് പീൽ ചെയ്യുന്ന പോലെ നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ടായിരുന്നു. സോ ഞാൻ യൂസ് ചെയ്തിട്ട് പതുക്കെ നിർത്തി. ഇതിൻ്റെ റേറ്റ് 115 ആണ് കേട്ടോ ഇപ്പോൾ വരുന്നത്. ഞാൻ മേടിച്ചപ്പോൾ 105 ആയിരുന്നു ഇതിൻ്റെ റേറ്റ് എന്ന് പറയുന്നത്. എല്ലാ സൈറ്റിലും ഒരു 90 താഴെയെങ്കിലും അവൈലബിൾ ആയിട്ടുണ്ടാവും. ഒരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള ലിപ്സ്റ്റിക്ക് നിങ്ങൾ സെർച്ച് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇത് ഓക്കെയാണ്. പക്ഷേ സ്ഥിരം യൂസ് ആക്കാതിരുന്നാൽ മതി, കാരണം ഇത് ഭയങ്കരമായിട്ട് ചുണ്ട് ഡാർക്ക് ആക്കുന്നു എന്ന് പറയുന്നുണ്ട്. അപ്പോൾ നിങ്ങളൊരു ലിപ് ബാം ഒക്കെ യൂസ് ചെയ്തിട്ട് ഇത് യൂസ് ചെയ്യാനായിട്ട് നോക്കുക.
നെക്സ്റ്റ് ലിപ്സ്റ്റിക് എന്ന് പറയുന്നത് ഒരു മാറ്റ് ലിപ്സ്റ്റിക്കാണ്. ഫേമസ് ബ്രാൻഡാണ് റെവ്ലോൺ. അവരുടെ ഒരു ലിപ്സ്റ്റിക്കാണ് ഞാൻ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. ഷെയ്ഡ് വരുന്നത് മാറ്റ് 032 ഡെലക്റ്റബിൾ ആണ്. ഇതും ഞാൻ ആമസോൺ ബിഗ് സെയിൽ ടൈമിൽ മേടിച്ചതാണ്. 80% കണ്ടീഷനിങ് ഇൻഗ്രീഡിയൻസ് ഇതിലുണ്ട്. 100% വീഗൻ ആണ്. നോൺ ടൈറ്റനിങ് ഫോർമുലയാണ്. ട്രിപ്പിൾ ഹൈലറോണിക് ആസിഡും ഉണ്ട്. അതേപോലെ അപ്സൈക്കിൾഡ് ക്രാൻബെറി എക്സ്ട്രാക്റ്റും ഇതിലുണ്ട്. അതാണ് ഈ കളർ ഷെയ്ഡിൻ്റെ ഭയങ്കര റെഡായിട്ട് ഇരിക്കുന്നത്. ഇത് എല്ലാ സെൻസിറ്റീവ് ലിപ്സിനും മാച്ച് ആണെന്നാണ് അവർ പറയുന്നത്. എല്ലാ സ്കിൻ ടോണിനും അത്യാവശ്യം നല്ലതായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. ലോങ് ലാസ്റ്റിംഗ് അത്യാവശ്യമാണ്. വാട്ടർ പ്രൂഫ് ഒന്നുമല്ല, സ്മഡ്ജ് പ്രൂഫും അല്ല. ഇതിൻ്റെ റേറ്റ് എന്ന് പറയുന്നത് 699 ആണ്. ഞാൻ മേടിച്ചത് 350 സംതിങ്ങിനായിരുന്നാണ് എൻ്റെ ഓർമ്മ. ഇതിപ്പോൾ ആമസോണിൽ 549 ആണ് അവൈലബിൾ ആയിട്ടുള്ള ഒരു ഓക്കെ പ്രൊഡക്റ്റാണിത്. നെക്സ്റ്റ് എന്ന് പറയുന്ന പ്രൊഡക്റ്റ് ലിപ്സ്റ്റിക് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് അടിപൊളിയായിട്ട് അന്വേഷിക്കുന്നവർക്കുള്ളൊരു അടിപൊളി സംഭവമാണ്. ഡാസ്ലറിൻ്റെ മിനി ലിപ്സ്റ്റിക്കാണ്. ആദ്യത്തേത് എൻ്റെ ഫേവറേറ്റ് ആണ്. 2 എണ്ണം ഉണ്ട്. ആദ്യത്തെ ഞാൻ പറഞ്ഞുതരാം. 2 വട്ടമായി ഞാൻ മേടിക്കുന്ന ഒരു ലിപ്സ്റ്റിക്കാണിത്. ഇതിൻ്റെ ഷെയ്ഡ് എന്ന് പറയുന്നത് DL844 ആണ്. ഈ ലിപ്സ്റ്റിക്ക് മാറ്റ് ലിക്വിഡ് ലിപ്സ്റ്റിക്കാണ്. ലോങ് സ്റ്റേ ആണ്. സ്മഡ്ജ് പ്രൂഫ് അല്ല. എല്ലാ സ്കിൻ ടോണിനും ഇവരുടെ ഷെയ്ഡ് ഉണ്ട് മിനി ലിപ്സ്റ്റിക്കിൻ്റെ. ഇത് ഫെയർ സ്കിന്നിനായിരിക്കും കൂടുതൽ മാച്ച് ആവാൻ തോന്നുന്നു. ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്നത് കോക്കോ ബട്ടറാണ് വരുന്നത്. കോക്കോ ബട്ടർ എന്ന് പറയുന്ന ഒരു നാച്ചുറൽ എമോലിയൻ്റ് ആണ്. അതേപോലെ ഒരു മോയ്സ്ചറൈസർ കൂടിയാണ്. ഒരു ക്രീമി ഫീൽസ് ഇമ്പാർട്ട് ചെയ്യുന്നുണ്ട്. അതേപോലെ പ്ലിംനെസ്സും കൊണ്ടുവരുന്നുണ്ട്. ഇത് 80 ആണ് വരുന്നത്. ചില സ്റ്റോറിൽ ഇത് 85. ഓൺലൈനിൽ നമുക്ക് മിനി ലിപ്സ്റ്റിക്കിൻ്റെ ഒരു കോംബോ പാക്ക് 6 എണ്ണം ഉള്ളതാണ് നമുക്ക് കിട്ടുന്നത് മേടിക്കാനായിട്ട്. നമുക്ക് ഇഷ്ടമുള്ളത് മാത്രം വേണം, നമുക്ക് ഇഷ്ടമുള്ള ഷെയ്ഡ്സ് വേണം എന്നുണ്ടെങ്കിൽ നമ്മൾ സ്റ്റോറിൽ തന്നെ പോയിട്ട് മേടിക്കണം. കണ്ടോ, കുറേ ഷെയ്ഡ്സ് ഇവരുടെ അവൈലബിൾ ആണ്. നെക്സ്റ്റ് ഇതിൻ്റെ ഷെയ്ഡ് എന്ന് പറയുന്നത് DL842 ആണ്. ഇത് എനിക്ക് ഇട്ടപ്പോൾ മാച്ചായിട്ട് തോന്നിയില്ല. ഈ ഒരു ഷെയ്ഡ് കുറച്ച് ഡാർക്ക് ടൈപ്പാണ്. പൊതുവേ എനിക്ക് ഡാർക്ക് ടൈപ്പ് ഇഷ്ടമില്ലാത്തതുകൊണ്ട് എനിക്കിത് അങ്ങനെ മാച്ചായിട്ട് തോന്നിയില്ല. മറ്റേ കളർ DL844 എനിക്ക് ഭയങ്കര മാച്ചായിരുന്നു. എല്ലാവർക്കും അത് അത്യാവശ്യം മാച്ചാവുന്നൊരു സ്കിൻ ടോൺ, ഫെയർ സ്കിൻ ടോണിന് മാച്ചാവുന്നൊരു ലിപ്സ്റ്റിക്കാണത്. ലാസ്റ്റ് ലിപ്സ്റ്റിക് എന്ന് പറയുന്നത് സുഡിയോയുടെ ലിപ്സ്റ്റിക്കാണ്. ലിക്വിഡ് ലിപ്സ്റ്റിക്കാണ്. ഇതിൻ്റെ റിവ്യൂ ഞാൻ എൻ്റെ ചാനലിൽ ഇട്ടിട്ടുണ്ട്. വേണ്ടവർക്ക് ഞാൻ ഇതിൻ്റെ മേലെ ലിങ്ക് കൊടുക്കാം. നിങ്ങൾക്ക് പോയി കാണണമെങ്കിൽ കാണാം. 199 റുപ്പീസാണ് ഇതിന് വരുന്നത്. ബാക്കി ഡീറ്റെയിൽസിലേക്ക് ആർക്കൊക്കെ ഇത് വേണം, അതേപോലെ ലോങ് ലാസ്റ്റിംഗ് ആണോ വാട്ടർ പ്രൂഫ് ആണോ എന്നൊക്കെ ഞാൻ അതിൽ ഡീറ്റെയിൽഡ് ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് അവിടെ പോയി കാണാം. കാരണം സുഡിയോയുടെ നിങ്ങൾക്ക് എന്തായാലും ഓൺലൈനിൽ പർച്ചേസ് ചെയ്യാൻ പറ്റില്ല. സുഡിയോയിൽ പോയി തന്നെ പർച്ചേസ് ചെയ്യേണ്ട ഒരു ലിപ്സ്റ്റിക്കാണിത്. നെക്സ്റ്റ് ഞാൻ യൂസ് ആക്കുന്ന ലിപ്പ് ലൈനറാണ് പറയുന്നത്. ഒരു ലയോൺ ബ്യൂട്ടി എന്ന് പറയുന്ന ഒരു കിസ് മാറ്റ് ലിപ്പ് ലൈനറാണ്. എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടൊരു ലിപ്പ് ലൈനറാണ്. നിങ്ങൾക്ക് ഇതിൽ കാണുമ്പോൾ അറിയാമല്ലോ. അപ്പോൾ നല്ലൊരു ലിപ്പ് ലൈനറാണ്. ഇത് 99 റുപ്പീസാണ് ഈ ലിപ്പ് ലൈനർ വരുന്നത്. നെക്സ്റ്റ് എന്ന് പറയുന്നത് ലിപ്സ്റ്റിക്കൊക്കെ നല്ലോണം നല്ല ഭംഗിക്ക് ബ്ലെൻഡ് ചെയ്യണം ഇഷ്ടമുള്ളവർക്ക് ഒരു ലിപ് ബ്രഷ് വേണമെങ്കിൽ മേടിക്കാം. ലിപ് ബ്രഷിന് ഞാൻ മേടിച്ചിട്ടുള്ളത് ഡിവോ എന്ന് പറയുന്ന ഒരു ബ്രാൻഡിൻ്റെ ലിപ് ബ്രഷാണ്. ഞാൻ സ്റ്റോറിൽ നിന്നാണ് മേടിച്ചത്. ഇതിന് എനിക്കൊരു 145 ആണ് വന്നത് അന്ന് റുപ്പീസ് വന്നത്. അപ്പോൾ എൻ്റെ സജഷൻ മാത്രമാണ്. നിങ്ങൾക്ക് കുറച്ചും കൂടിയും ഈ വീഡിയോയിൽ കാണുന്ന പോലെ ബ്ലെൻഡ് ചെയ്തിട്ട് നന്നായിട്ട് ഇടണം എന്നുണ്ടെങ്കിൽ മാത്രം നിങ്ങൾക്കിത് മേടിച്ചാൽ മതി. സജഷൻ മാത്രമാണ്, മേടിക്കണം നിർബന്ധമൊന്നുമില്ല. അപ്പോൾ ഇതാണ് എൻ്റെ കയ്യിലുള്ള എപ്പോഴും ഞാൻ യൂസ് ആക്കുന്ന ലിപ്സ്റ്റിക് കളക്ഷൻസ് എന്ന് പറയുന്നത്. എൻ്റെ ആദ്യത്തേതും ഇപ്പം ഞാൻ യൂസ് ആക്കുന്നതൊക്കെ ഞാനിതിൽ കാണിച്ചു തന്നിട്ടുണ്ട്. ഇപ്പം ഞാൻ കൂടുതലും യൂസ് ആക്കുന്നത് സുഡിയോയുടെ ലിപ്സ്റ്റിക്കാണ്. നിങ്ങളും ഈ പറഞ്ഞ ഇതിലേതെങ്കിലും ഒരു ലിപ്സ്റ്റിക്ക് യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞ അതേ എക്സ്പീരിയൻസ് ആണോ നിങ്ങൾക്കെന്നുള്ളത് നിങ്ങൾ കമൻറ്റ് ചെയ്യാനായിട്ട് മറക്കരുത്. അപ്പോൾ ഇത്രയും നേരം എൻ്റെ വീഡിയോ കണ്ടതിന് താങ്ക് യു സോ മച്ച്. എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനായിട്ടും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനായിട്ടും മറക്കരുത്. അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ബൈ.